വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആൻസി ജോർജ്. നേരം വെളുത്തു വരുന്നത് ഓർത്തുനോക്കൂ. എത്ര മനോഹരമാണ്! പക്ഷികൾ ചുണ്ടനക്കുന്നു, പറക്കുന്നു. ആകാശത്ത് മനുഷ്യർ വിമാനങ്ങളിൽ പറക്കുന്നു. മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് ഇനിയും അതിരുകളില്ല. ഈ AI കാലത്തും ഈ ഭൂമി അനവധി വിസ്മയങ്ങൾ നിറഞ്ഞതാണ്. ലോകത്തെ മുഴുവൻ അടക്കി വാഴാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അതിൻ്റെ ഒരു കാരണം ചിന്തകളെ നിയന്ത്രിക്കാൻ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന കഴിവാണ്. ചിന്തകളാണ് മിക്കപ്പോഴും മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. ശുഭാപ്തി വിശ്വാസം എന്നാൽ ജീവിതത്തിൽ എല്ലാം നല്ലതായിരിക്കും എന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതല്ല. പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ നേരിടാമെന്ന നിലപാടാണ്. മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങളും ചിന്തകളും പ്രവൃത്തികളായി പരിണമിക്കുന്നു. ഈ പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് അവൻ്റെ ജീവിതം. റൈറ്റ് സഹോദരന്മാരാണ് ആദ്യമായി വിമാനം പറത്തിയത്. സത്യത്തിൽ ഒരു വിമാനം ആദ്യമായി പറന്നുയർന്നത് അവരുടെ ചിന്തയിലാണ്, മനസ്സിലാണ്. മനഃശാസ്ത്ര പഠനത്തിൻ്റെ ആദ്യ പാഠം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ്. അയാൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് അയാളിൽ മാത്രമാണ്. അയാളുടെ തന്നെ ചിന്തകളിലാണ്, ഉൾക്കാഴ്ചയിലാണ്. പഠനത്തിൽ മടി കാണിക്കുന്ന ഒരു കുട്ടിയെ പ്രോത്സാഹനം കൊണ്ടോ വടികൊണ്ടോ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ സ്ഥായിയായ ഒരു മാറ്റം സംഭവിക്കുന്നത് എനിക്ക് പഠിച്ച് മിടുക്കനാവണം എന്ന ചിന്ത അവനിൽ പൊട്ടിമുളയ്ക്കുമ്പോഴാണ്. ആ ചിന്ത അവനെ പുതിയ ഉൾക്കാഴ്ചകളിലേക്കും ബോധ്യങ്ങളിലേക്കും നയിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശുഭാപ്തി വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർത്തു നോക്കൂ. സെറിബ്രൽ പാൾസിയിൽ തളർന്നു വീണില്ല ആ വലിയ മനസ്സ്. വീൽചെയറിൽ ഉരുണ്ടു നടന്നിട്ടും ആ മനുഷ്യൻ്റെ ചിന്തയുടെ ഊർജം, സ്വപ്നങ്ങളുടെ ശേഷി എന്തായിരുന്നു? ഏത് പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റിലും തകരാതിരിക്കാനുള്ള നങ്കൂരമാണ് ശുഭാപ്തി വിശ്വാസം. ഹിമാലയൻ പർവ്വത ആരോഹകർ താഴ്വരയിൽ നിന്ന് പർവ്വതത്തെ നോക്കി ഭയപ്പെടുകയല്ല ചെയ്യുന്നത്. പകരം മുകളിലെത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രകൃതിയുടെ വശ്യ സൗന്ദര്യത്തെ, ശാന്തതയെ ചിന്തകളിൽ നിറയ്ക്കുകയാണ്. ആ ചിന്ത അവരെ പ്രതികൂലങ്ങൾ ഭേദിച്ച് പർവ്വതത്തിൻ്റെ മുകൾ പരപ്പിൽ എത്താൻ സഹായിക്കും. ഓരോ പ്രഭാതത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ, നല്ല ചിന്തകളോടെ ജീവിതം ആരംഭിക്കാൻ സാധിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. നിരാശയും ദുഃഖവും നിറഞ്ഞ ചിന്തകൾ നമുക്കൊരു ഗുണവും ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലരുടെ അടുത്തേക്ക് ആരും ചെല്ലില്ല. അവർ എപ്പോഴും മൂഡൌട്ടായിരിക്കും. എന്നാൽ മറ്റു ചിലരുടെ അടുത്ത് ആളുകൾ കൂടും. അവർ പ്രസന്നചിത്തരാവും. അവരുടെ കളിയും ചിരിയും കേട്ട് നിൽക്കാൻ തോന്നും. മഹാനായ പൗലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന വളരെ പ്രശസ്തമായ നോവലിൽ ഇങ്ങനെ കുറിച്ചു: ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾ ഉറപ്പായും ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളത് നേടുവാൻ മുഴുവൻ പ്രപഞ്ചവും കരുക്കൾ നീക്കുന്നു. ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഒരുപിടി നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ വളർത്താനും ശുഭാപ്തി വിശ്വാസം തരുന്ന ഊർജം കുറച്ചൊന്നുമല്ല. നമ്മോട് തന്നെ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ട് ചിന്തകളിൽ മാറ്റം വരുത്താൻ സാധിക്കും. ദിവസവും ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് ലഭിച്ച ചെറിയ നന്മകൾക്ക് പോലും നന്ദി പറയാൻ ആരംഭിച്ചാൽ നമ്മളിലുള്ള പോസിറ്റീവ് എനർജി വർദ്ധിക്കും. ദിവസവും ഒരു ഡയറിയിൽ ഈ നന്മകൾ കുറിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി നിലനിർത്താവുന്നതേ ഉള്ളൂ. പണ്ടെന്നോ മറന്നുപോയ വായനാശീലം ഒന്നുകൂടെ പൊടിതട്ടിയെടുക്കാം. നല്ല ചിന്തകൾ ശരീരത്തിലെ ഓരോ കോശത്തിനും ഉണർവ് നൽകും. പ്രതിസന്ധികളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരുവനെ തളർത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ചിന്തകളെ വരുതിയിൽ നിർത്തി നമുക്ക് മുന്നേറാം നല്ലൊരു നാളെയിലേക്ക്. ഇത്ര മനോഹരമായ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ്. ഉറൂബ് പറഞ്ഞതുപോലെ, ഇവിടെ പിറന്നവരെല്ലാം സുന്ദരികളും സുന്ദരന്മാരുമാണ്. മനസ്സും അങ്ങനെ തന്നെ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആൻസി ജോർജ്.